ലോകം ഭീതിയോടെ ഉറ്റുനോക്കുന്ന ഒരു വലിയ യുദ്ധത്തിന്റെ വക്കിലേക്ക് പശ്ചിമേഷ്യ നീങ്ങുന്നതായാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇറാന്റെ ആണവ നിലയങ്ങളും സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരവും പൂർണ്ണമായും നീക്കം ചെയ്യാതെ മേഖലയിൽ സമാധാനം പുലരില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ചു വ്യക്തമാക്കി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ സമാധാന നിർദ്ദേശങ്ങൾ തള്ളിക്കളയുക കൂടി ചെയ്തതോടെ നയതന്ത്ര ചർച്ചകൾക്കുള്ള വാതിലുകൾ ഏകദേശം അടഞ്ഞ മട്ടാണ്. അമേരിക്കൻ വാർത്താ ചാനലായ CBS ന്യൂസിന്റെ പ്രശസ്തമായ 60 മിനിറ്റ്സ് എന്ന പരിപാടിയിൽ നൽകിയ അഭിമുഖത്തിലാണ് നെതന്യാഹു തന്റെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ അക്കമിട്ട് നിരത്തിയത്. ഇറാന്റെ പക്കൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം ഇരിക്കുന്നിടത്തോളം കാലം മേഖലയിൽ സമാധാനം പുലരില്ലെന്നും സംഘർഷങ്ങൾ അവസാനിക്കില്ലെന്നും അദ്ദേഹം തുറന്നടിച്ചു. ഇറാന്റെ ആണവ പദ്ധതികൾ കേവലം മരവിപ്പിക്കുന്നത് ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് മതിയാകില്ലെന്നും മറിച്ച് അവിടുത്തെ ആണവ നിലയങ്ങൾ പൂർണ്ണമായും പൊളിച്ചു നീക്കണമെന്നുമാണ് നെതന്യാഹുവിന്റെ കർക്കശമായ ആവശ്യം. ഇറാന്റെ ആണവ പദ്ധതികൾ കേവലം മരവിപ്പിക്കുന്നത് ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് മതിയാവില്ലെന്നും മറിച്ച് അവിടുത്തെ ആണവ നിലയങ്ങൾ പൂർണ്ണമായും പൊളിച്ചു നീക്കണമെന്നുമാണ് നെതന്യാഹുവിന്റെ കർക്കശമായ ആവശ്യം. ഇതിനൊക്കെ പുറമെ ഈ ആണവ ശേഖരം എങ്ങനെ നീക്കം ചെയ്യും എന്ന നിർണായക ചോദ്യത്തിന് നേരിട്ട് ചെന്ന് അത് പുറത്തെടുക്കുക തന്നെ വേണം എന്ന് അദ്ദേഹം നൽകിയ മറുപടി കേവലം നയതന്ത്രപരമായ ഒന്നല്ല, മറിച്ച് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരിട്ടുള്ള സൈനിക നീക്കത്തിന് ഇസ്രായേൽ തയ്യാറെടുക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയായാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇസ്രായേലിന്റെ ഈ നിലപാട് മേഖലയിലെ സംഘർഷം ഒരു പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിലേക്ക് നയിച്ചേക്കാമെന്ന ഭീതി വർദ്ധിപ്പിക്കുന്നു. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഭാഗത്തു നിന്നുള്ള ശക്തമായ സമ്മർദ്ദങ്ങൾക്കും ഭീഷണികൾക്കും മുന്നിൽ ഒരു കാരണവശാലും മുട്ടുമടക്കില്ലെന്ന ഉറച്ച നിലപാടാണ് ഇറാൻ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. രാജ്യം ഒരു ദീർഘകാല സൈനിക സംഘർഷത്തിന് പൂർണ്ണമായും തയ്യാറെടുക്കുകയാണെന്ന വ്യക്തമായ സൂചനകളാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ തന്റെ പ്രസ്താവനകളിലൂടെ നൽകുന്നത്. ശത്രുവിന് മുന്നിൽ ഇറാൻ ഒരിക്കലും തല ഉനിക്കില്ലെന്നും രാജ്യത്തിന്റെ പരമാധികാരവും താൽപര്യങ്ങളും ഏത് വിധേനയും സംരക്ഷിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. ഇതിനു പിന്നാലെ ഇറാന്റെ സായുധ സേനകൾ ഏത് തരത്തിലുള്ള അടിയന്തരമായ സാഹചര്യത്തെയും നേരിടാൻ പൂർണ്ണ സജ്ജമാണെന്ന് അവിടുത്തെ സൈനിക മേധാവികളും വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കൻ നീക്കങ്ങളെയും ഇസ്രായേലിന്റെ ആക്രമണ ഭീഷണികളെയും പ്രതിരോധത്തിലാക്കുന്നതിനായി അതിർത്തികളിലും തന്ത്രപ്രധാനമായ മേഖലകളിലും ഇറാൻ തങ്ങളുടെ സൈനിക വിന്യാസം വൻതോതിൽ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലപാടുകളിൽ വിട്ടുവീഴ്ചയില്ലെന്ന് ഇറാൻ ആവർത്തിക്കുന്നത് പശ്ചിമേഷ്യയിലെ സാഹചര്യം അതീവ സങ്കീർണമാക്കുകയും ഒരു വൻ യുദ്ധത്തിലേക്കുള്ള ദൂരം കുറയ്ക്കുകയും ചെയ്യുന്നു. അമേരിക്കൻ പ്രസിഡന്റ് പദവിയിലേക്കുള്ള ഡൊണാൾഡ് ട്രംപിന്റെ മടങ്ങിവരവ് പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്ക് പുതിയതും ഭയാനകവുമായ മാനങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. സമാധാന ചർച്ചകളോടുള്ള ഇറാന്റെ താൽപര്യത്തെ ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ് എന്ന ഒറ്റ വാക്കിൽ പറഞ്ഞ് ട്രംപ് തള്ളിക്കളഞ്ഞത് മേഖലയിലെ നയതന്ത്ര നീക്കങ്ങൾക്ക് കനത്ത തിരിച്ചടിയായിരിക്കുകയാണ്. ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം എന്ന സാധ്യത പൂർണ്ണമായും നിരാകരിക്കുന്ന ട്രംപിന്റെ ഈ കടുത്ത നിലപാട് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്കയുണ്ടാക്കുന്നു. വരാനിരിക്കുന്ന ട്രംപിന്റെ ചൈന സന്ദർശന വേളയിലും ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഇറാൻ തന്നെ ആയിരിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. നയതന്ത്രപരമായ ഒത്തുതീർപ്പുകൾക്ക് പകരം ഇറാന്റെ മേൽ മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് അവരെ പൂർണ്ണമായും തകർക്കാനാണ് അമേരിക്ക ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ട്രംപിന്റെ ഈ കർക്കശമായ വിദേശ നയം ഇസ്രായേലിന് കൂടുതൽ കരുത്തു പകരുന്നതും അതേസമയം പശ്ചിമേഷ്യയെ ഒരു വലിയ യുദ്ധത്തിന്റെ നിഴലിലേക്ക് തള്ളിവിടുന്നതുമാണ്. ഇസ്രായേലും ഇറാനും തമ്മിൽ നേരിട്ടുള്ള ഒരു സൈനിക ഏറ്റുമുട്ടൽ ഉണ്ടായാൽ അത് പശ്ചിമേഷ്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നായിരിക്കില്ല, മറിച്ച് ലോകമെമ്പാടും ഭയാനകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. പ്രധാനമായും ആഗോള സമ്പദ് വ്യവസ്ഥയെ ഇത് തകിടം മറിക്കും. പേർഷ്യൻ ഗൾഫിലെയും ഹോർമുസ് കടലിടുക്കിലെയും എണ്ണ വിതരണ ശൃംഖലകൾ തടസ്സപ്പെടുന്നത് ഇന്ധനവില കുതിച്ചുയരാനും ലോകരാജ്യങ്ങളിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കാനും കാരണമാകും. സൈനിക തലത്തിൽ നോക്കിയാൽ ഇറാന് പിന്തുണയുമായി ലെബനനിലെ ഹിസ്ബുള്ളയും യമനിലെ ഹൂത്തികളും ഒപ്പം ഇറാഖിലെയും സിറിയയിലെയും സായുധ ഗ്രൂപ്പുകളും സജീവമാകുന്നതോടെ ഇസ്രായേലിന് ഒരേ സമയം ഒന്നിലധികം മുന്നണികളിൽ അതിശക്തമായ മിസൈൽ ആക്രമണങ്ങളെ നേരിടേണ്ടി വരും. ഇതിനെല്ലാം പുറമെ ഇറാന്റെ ആണവ നിലയങ്ങളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ നടന്നാൽ അത് വലിയ തോതിലുള്ള റേഡിയേഷൻ ഭീഷണിയിലേക്കും പാരിസ്ഥിതിക ദുരന്തങ്ങളിലേക്കും വഴിമാറുമോ എന്ന കടുത്ത ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ഇത്തരമൊരു യുദ്ധം മനുഷ്യജീവനും ആഗോള സുരക്ഷയ്ക്കും മുൻപെങ്ങുമില്ലാത്ത വിധം വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം ഓരോ നിമിഷവും വഷളായിക്കൊണ്ടിരിക്കുകയാണ്. വിട്ടുവീഴ്ചയില്ലാത്ത ഇസ്രായേലിന്റെ നിലപാടും മുട്ടുമടക്കില്ലെന്ന ഇറാന്റെ പ്രഖ്യാപനവും ലോകത്തെ ഒരു വലിയ ആണവ യുദ്ധത്തിന്റെ നിഴലിലാക്കിയിരിക്കുന്നു. നയതന്ത്ര തലത്തിൽ അടിയന്തര ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ വലിയൊരു ദുരന്തത്തിനാകും ലോകം സാക്ഷ്യം വഹിക്കേണ്ടി വരിക.